വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി എ ഇംഗ്ലീഷ് ഇൻട്രൊഡക്ഷൻ ടു ദ വേൾഡ് ഓഫ് ലിറ്ററേച്ചറിലെ ക്യൂനി എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. കനേഡിയൻ റൈറ്റർ ആലിസ് മൺറോ എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഷോർട്ട് സ്റ്റോറി എന്നാണ് പറയുന്നതെങ്കിലും 30 പേജുകളുള്ള വലിയൊരു സ്റ്റോറിയാണ്. നമ്മളിവിടെ ആ സ്റ്റോറിയുടെ ഒരു സമ്മറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ആദ്യം നമുക്ക് ഈ സ്റ്റോറിയുടെ സമ്മറി നോക്കാം. ക്യൂനി ബൈ ആലിസ് മൺറോ എക്സ്പ്ലോർസ് ദ കോംപ്ലക്സ് ഡൈനാമിക്സ് ഓഫ് റിലേഷൻഷിപ്സ്. ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് റിലേഷൻഷിപ്പുകളിൽ ഉണ്ടാകുന്ന സങ്കീർണതകളെ കുറിച്ചിട്ടാണ്. ക്യൂനിയുടെ ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻ, അതുപോലെ ക്യൂനിയുടെ സഹോദരിയുമായിട്ടുള്ള റിലേഷൻ തുടങ്ങി പൊതുവിൽ ഈ ഹ്യൂമൻ റിലേഷൻഷിപ്പിലുള്ള സങ്കീർണതകളെ കുറിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. ദ സ്റ്റോറി ഈസ് സ്ട്രക്ചർഡ് ഇൻ എ നോൺ ലീനിയർ നെറേറ്റീവ് ഷേപ്ഡ് ബൈ ദ റിഫ്ലക്ഷൻസ് ആൻഡ് അനക്ഡോട്ട്സ് ഓഫ് ദ നെറേറ്റർ ക്രിസി. ഇനി ഈ സ്റ്റോറി ഒരു നോൺ ലീനിയർ നെറേറ്റീവിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. നോൺ ലീനിയർ എന്ന് പറയുന്നത് ഈ സ്റ്റോറിയിലെ സംഭവങ്ങൾ ഒരു ഓർഡർ ആയിട്ട് പറഞ്ഞു പോവാതെ ആദ്യം കുറച്ച് പ്രസന്റിലെ കാര്യങ്ങൾ പറയുന്നു, പിന്നെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള രീതിയിൽ ഈ നരേറ്ററുടെ ഓർമ്മകളും അതുപോലെ നരേറ്റർ ഈ സംഭവങ്ങളെ കുറിച്ച് വിവരിക്കുന്നതുമായിട്ടുള്ള ഒരു സ്ട്രക്ചറിലാണ് ഈ സ്റ്റോറി അവതരിപ്പിക്കുന്നത്. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ക്രിസി വിസിറ്റിംഗ് ഹെർ സ്റ്റെപ്പ് സിസ്റ്റർ ക്യൂനി, ഒറിജിനലി നെയ്മഡ് ലിൻഡ, ഇൻ ടൊറോണ്ടോ. അപ്പോൾ സ്റ്റോറിയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇതിലെ നരേറ്റർ ക്രിസി അവരുടെ അർദ്ധ സഹോദരിയായിട്ടുള്ള ക്യൂനിയെ കാണാൻ വേണ്ടിയിട്ട് കനേഡിയൻ നഗരം ടൊറോണ്ടോയിലേക്ക് പോകുന്നതാണ്. ഹെർ പ്ലാൻ ഈസ് ടു ഫൈൻഡ് വർക്ക് ഇൻ ദ സിറ്റി വൈൽ സ്റ്റേയിങ് വിത്ത്. ക്രിസി ആണെങ്കിൽ തന്റെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ക്യൂനിയുടെ കൂടെ കുറച്ച് ദിവസം പോയി നിന്നിട്ട് ടൗണിൽ ഒരു ജോലിയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. This is their first reunion after Cuny's sudden elopement with their much older neighbor and former high school music teacher Stan Vorgila. അപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. കുറെ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇവർ തമ്മിൽ കാണാൻ പോകുന്നത്. ക്യൂനി അവരുടെ അയൽക്കാരനും അതുപോലെ മ്യൂസിക് ടീച്ചറുമായിട്ടുള്ള ഒരാളുടെ കൂടെ എലോപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒളിച്ചോടി പോയിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരാളെ ഒളിച്ചോടി വിവാഹം ചെയ്തതിന് ശേഷം ക്യൂനി വീട്ടുകാരായിട്ട് വേറെ ബന്ധമൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം ആദ്യമായിട്ടാണ് ഇവരെ കണ്ടുമുട്ടാൻ പോകുന്നത്. ത്രൂ ഫ്ലാഷ് ബാക്സ് ക്രിസി റിവീൽസ് ദെയർ ഷെയർഡ് ഹിസ്റ്ററി. പിന്നെ ഈ സ്റ്റോറിയുടെ പല ഘട്ടത്തിൽ വരുന്ന ഫ്ലാഷ് ബാക്കിലൂടെയാണ് ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നമ്മൾ മനസ്സിലാക്കുന്നത്. ആഫ്റ്റർ ക്രിസീസ് ഫാദർ മാരീഡ് ക്യൂനീസ് മദർ, ദ ടു ഗേൾസ് ഏജ്ഡ് 6 and 9 ഫോംഡ് എ ക്ലോസ് ബോണ്ട് ഡിസ്പൈറ്റ് ബീയിങ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്. അപ്പോൾ ഇവർ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ക്രിസിയുടെ ഫാദർ ഒരു കുട്ടിയുള്ള സ്ത്രീയെ രണ്ടാമത് വിവാഹം കഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവർ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആവുന്നത്. ആ സമയത്ത് ക്രിസിക്ക് 6 ക്യൂനിക്ക് 9 വയസ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആണെങ്കിലും ഇവർ ചെറുപ്പത്തിൽ ശരിക്കുമുള്ള സഹോദരിമാരെ പോലെ തന്നെ വളരെ അടുപ്പമൊക്കെ ഇവർ തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ക്രിസി ഓർക്കുന്നു. ക്യൂനി, ഹാവിംഗ് ഫെയിൽഡ് ഇൻ ഹൈസ്കൂൾ, took up a job as caretaker for their ailing neighbor Mrs. Vorgila. ഇനി ഈ ക്യൂനി ഒളിച്ചോടി പോയിട്ടുള്ള ഈ മിസ്റ്റർ വൊർഗീലയുമായിട്ടുള്ള ഒരു റിലേഷൻ തുടങ്ങുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ ഓർക്കുന്നുണ്ട്. മിസ്റ്റർ വൊർഗീലയുടെ വൈഫ് മിസ്സിസ് വൊർഗീല വയ്യാതിരിക്കുന്ന സമയത്ത് ഒരു കെയർ ടേക്കർ ആയിട്ട് ക്യൂനി അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ക്യൂനി അങ്ങനെ വർക്ക് ചെയ്യാനുള്ള കാരണം ക്യൂനി ആ സമയത്ത് ഹൈസ്കൂളിൽ തോറ്റിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും പരീക്ഷ എഴുതാനൊന്നും അവൾക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു കെയർ ടേക്കർ ആയിട്ട് ജോബ് അവൾ എടുക്കുന്നത്. ഫോളോവിംഗ് ദ ഡെത്ത് ഓഫ് മിസ്സിസ് വൊർഗീല, ക്യൂനി എലോപ്ഡ് വിത്ത് മിസ്റ്റർ വൊർഗീല, എ മൂവ് ഡിസപ്രൂവ്ഡ് ബൈ ദർ ഫാമിലി ഡ്യൂ ടു സിഗ്നിഫിക്കന്റ് ഏജ് ഡിഫറൻസ് ആൻഡ് ഹിസ് അൺലൈക്കബിൾ കൺട്രോളിംഗ് നേച്ചർ. ഇനി ഈ വൊർഗീലയുടെ വൈഫ് മരിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ക്യൂനി അയാളുമായിട്ട് ഒളിച്ചോടി പോകുന്നു. ഈ ഒരു കാര്യം സ്വാഭാവികമായിട്ടും ക്യൂനിയുടെ വീട്ടുകാരെ അംഗീകരിക്കുന്നില്ല, അവളുടെ ഫാദറും മദറും അംഗീകരിക്കുന്നില്ല. ഒന്നാമത് ഇവർ തമ്മിൽ ഏജ് ഡിഫറൻസ് ആണ്. ക്യൂനിക്ക് ആ സമയത്ത് 18 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്, ഇയാൾക്കാണെങ്കിൽ നല്ല പ്രായമുണ്ട്. ഇത് കൂടാതെ ഇയാളുടെ ഒരു ക്യാരക്ടറും അവർക്ക് വലിയ താല്പര്യമില്ല. ആളൊരു അൺലൈക്കബിൾ ആയിട്ടുള്ള, ആർക്കൊന്നും ഇഷ്ടപ്പെടാത്ത കൺട്രോളിങ് നേച്ചറാണ്. തന്റെ വൈഫിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു തരത്തിലുള്ള നേച്ചറാണ് ഇയാൾക്കുള്ളത്. അപ്പൊ അയാളുടെ ആ ഒരു ക്യാരക്ടർ കൊണ്ടും ഈ ഏജ് ഡിഫറൻസ് കൊണ്ടും ഈ റിലേഷൻഷിപ്പിനെ ഈ ക്യൂനിയുടെ ഫാമിലി അംഗീകരിക്കുന്നില്ല. ക്രിസി, ഈഗർ ടു റീകണക്ട്, ഈസ് എക്സൈറ്റഡ് ടു ഷെയർ സ്റ്റോറീസ് അബൌട്ട് ദെയർ ലൈഫ് ബാക്ക് ഹോം. അപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം തന്റെ സ്റ്റെപ്പ് സിസ്റ്ററിനെ കണ്ട ഒരു എക്സൈറ്റ്മെന്റിൽ ക്രിസി വീട്ടിലുള്ള വിശേഷങ്ങളും മറ്റുമൊക്കെ ക്യൂനിയോട് പറയുന്നുണ്ട്. ക്യൂനി ഹൗവർ സീംസ് ഡിസ്ഇൻട്രസ്റ്റഡ് ആൻഡ് ഡിസ്റ്റന്റ് ആസ് ഷീ ഈസ് മോർ ഇൻട്രസ്റ്റഡ് ടു ടോക്ക് അബൌട്ട് ദെയർ പ്രസന്റ് ലൈഫ്. ക്യൂനി ആണെങ്കിൽ അങ്ങനെ പഴയ കാര്യങ്ങളെ കുറിച്ചോ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ചോ സംസാരിക്കുന്നതിന് വലിയൊരു താല്പര്യം കാണിക്കുന്നില്ല.
മറിച്ച് ഈ ഒരു പ്രസന്റ് ലൈഫിനെ കുറിച്ച്, പുതിയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് ക്യൂനി താല്പര്യം കാണിക്കുന്നത്. ദിസ് ലാക്ക് ഓഫ് സെന്റിമെന്റ്സ് സ്ലൈറ്റ്ലി ഡിസപ്പോയിന്റ്സ് ക്രിസി. ഈ ഒരു കാര്യം ക്രിസിക്ക് ചെറിയൊരു നിരാശ നൽകുന്നുണ്ട്. കാരണം ഫാമിലിയുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനോ ആ ഒരു പഴയൊരു റിലേഷനെ കുറിച്ചിട്ട്, കണക്ഷനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാനോ ക്യൂനിക്ക് ഒരു താല്പര്യം ഇല്ല എന്നുള്ളത് ക്രിസിക്ക് ചെറിയ രീതിയിലുള്ള ഒരു നിരാശ ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും അവർ ഇവരുടെ ഒരു പുതിയ ലൈഫിനെ കുറിച്ച്, പുതിയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഷീ ഓൾസോ നോട്ടീസസ് സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ഇൻ ക്യൂനി. ഇതുകൂടാതെ ക്യൂനിക്ക് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നതായിട്ട് ക്രിസി തിരിച്ചറിയുന്നു. ഹെർ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് അപ്പിയറൻസ് ഹാസ് ആൾട്ടേർഡ് പാർട്ട്ലി ഡ്യൂ ടു ഹെർ ന്യൂ ജോബ് അറ്റ് എ ടിക്കറ്റ് കൗണ്ടർ. ക്യൂനിയുടെ അപ്പിയറൻസിലൊക്കെ ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട്. കുറച്ച് മോഡേൺ ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ക്യൂനി നടക്കുന്നത്. അത് സ്വാഭാവികമാണ്, അവർ ടൗണിലാണ് താമസിക്കുന്നത്. അത് കൂടാതെ തന്നെ ഒരു സിനിമ ടിക്കറ്റ് കൗണ്ടറിൽ ക്യൂനി ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടായിരിക്കും ഈ ഒരു അപ്പിയറൻസിലുള്ള ചേഞ്ച് എന്നൊക്കെ ക്രിസി വിചാരിക്കുന്നു. But there is also a change in her mannerisms, including her choice of words tailored to please Mr. Vorgila. എന്നാൽ അത് മാത്രമല്ല, ക്യൂനിയുടെ മാനറിസംസിൽ പോലും ഒരു മാറ്റം വന്നിട്ടുള്ളതായിട്ട് ക്രിസി തിരിച്ചറിയുന്നു. അവള് വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ പോലും ഒരു മാറ്റം വന്നിട്ടുണ്ട്. ചില വാക്കുകൾ അവൾ പറയുന്നില്ല. പ്രത്യേകിച്ച് അവളുടെ പേര് ക്യൂനി എന്നുള്ള വിളിപ്പേര് അവൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. അത് മിസ്റ്റർ വോർഗീലയ്ക്ക് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. അതുപോലെ അവൾ പറയുന്ന വാക്കുകളിലും അതുപോലെ തന്നെ അവളുടെ മാനറിസംസിലും ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ മിസ്റ്റർ വോർഗീലയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറുന്നതിന് വേണ്ടിയിട്ടാണ് ക്യൂനിയിൽ ഈ ചേഞ്ചസ് വന്നിട്ടുള്ളതെന്നുള്ള കാര്യം ക്രിസി തിരിച്ചറിയുന്നു. മിസ്റ്റർ വോർഗീല, whom Chrissy already knows as their neighbor and music teacher, gives her a cold reception. ഇനി ക്യൂനിയുടെ ഹസ്ബൻഡ് മിസ്റ്റർ വോർഗീല ക്രിസി അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു കോൾഡ് റിസപ്ഷൻ ആണ് കൊടുക്കുന്നത്. അതൊരു തണുപ്പൻ പ്രതികരണമാണ്. ക്രിസി അവിടെ വരുന്നതിനും നിൽക്കുന്നതിന് താല്പര്യമില്ലാത്ത രീതിയിലാണ് അയാളുടെ പെരുമാറ്റം ഉള്ളത്. ഓൾദോ ഇറ്റ് ഡസന്റ് സർപ്രൈസ് ഹെർ ആസ് ഷീ അവെയർ ഓഫ് ഹിസ് നേച്ചർ. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ക്രിസിക്ക് പ്രത്യേകിച്ച് അത്ഭുതം തോന്നുന്നില്ല. കാരണം അവരുടെ നെയ്ബർ എന്നുള്ള രീതിയിലും മ്യൂസിക് ടീച്ചർ എന്നുള്ള രീതിയിലും ഇയാളെ ക്രിസിക്ക് നേരത്തെ അറിയാവുന്നതാണ്. അപ്പൊ ഇയാളുടെ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് ക്രിസിക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ദേ ഓൺലി ഹാവ് എ ഫ്യൂ എൻകൗണ്ടേഴ്സ് ഡ്യൂറിങ് യു സ്റ്റേ. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേയിൽ അവിടെ ക്യൂനിയുടെ വീട്ടിൽ ക്രിസി നിൽക്കുന്ന സമയത്ത് വളരെ കുറച്ച് സന്ദർഭങ്ങളിൽ മാത്രമാണ് അവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുള്ളൂ. ക്രിസി ഹെർസെൽഫ് അറ്റംപ്റ്റ്സ് ടു ഫൈൻഡ് വർക്ക് ആൻഡ് സെക്യൂർസ് എ പൊസിഷൻ അറ്റ് എ ലോക്കൽ ഡ്രഗ് സ്റ്റോർ. ഇതിനിടയിൽ ക്രിസി നേരത്തെ സൂചിപ്പിച്ച പോലെ ജോലി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിൽ ഒരു ശ്രമത്തിൽ അവൾ വിജയിക്കുന്നുണ്ട്. ഒരു ലോക്കൽ ഡ്രഗ് സ്റ്റോറിൽ, ഒരു മെഡിക്കൽ ഷോപ്പിൽ അവൾക്ക് ഒരു ജോലിയൊക്കെ ലഭിക്കുന്നു. However, her excitement is short-lived as she gets fired the same day by a mean-spirited employer. എന്നാൽ ആദ്യത്തെ ദിവസം തന്നെ അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അത് പൂർണ്ണമായിട്ട് അവളുടെ തെറ്റുകൊണ്ടാണ് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഒരു മീൻ സ്പിരിറ്റഡ് എംപ്ലോയർ ആണ്, ഒരു റൂഡ് ആയിട്ടുള്ള എംപ്ലോയർ ആണ് അവിടെ ഉണ്ടാവുന്നത്. ഇവൾക്ക് കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൊടുക്കാതെയാണ് അവള് മിസ്റ്റേക്ക് വരുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അവളെ ആദ്യത്തെ ദിവസം തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത്. As the sisters connect further, CUNY shares an incident that shows the troubles in her marriage. ഇനി ഈ സിസ്റ്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ക്യൂനി അവളുടെ മാരേജിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഒക്കെ ക്രിസിയോട് സംസാരിക്കുന്നു. ക്യൂനി ഹോസ്റ്റഡ് എ ക്രിസ്മസ് പാർട്ടി ഇൻവൈറ്റിംഗ് സം ഓഫ് മിസ്റ്റർ വോർഗിലാസ് മ്യൂസിക് സ്റ്റുഡൻസ്. ക്യൂനി ഒരിക്കൽ ഒരു ക്രിസ്മസ് പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. അവൾക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ വീട്ടുകാരായിട്ട് ബന്ധമൊന്നുമില്ലാത്ത കാരണം കൊണ്ട് ക്ഷണിക്കാൻ വേണ്ടി വേറെ മറ്റാരുമില്ല. മിസ്റ്റർ വോർഗീലയുടെ സ്റ്റുഡൻസിനെയാണ് പ്രധാനമായിട്ട് അവർ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നത്. ദ പാർട്ടി വാസ് എ സക്സസ് ആൻഡ് ക്യൂനി ഷെയർഡ് എ ഡാൻസ് വിത്ത് എ സ്റ്റുഡന്റ് നെയ്മഡ് ആൻഡ്രൂ. പാർട്ടി നല്ല വിജയകരമായിട്ട് അവസാനിപ്പിച്ചു. ആ പാർട്ടിയിൽ വെച്ചിട്ട് വോർഗീലയുടെ ഒരു സ്റ്റുഡന്റ് ആയിട്ടുള്ള ആൻഡ്രൂ എന്ന് പറയുന്ന ഒരു ആളുടെ കൂടെ ക്യൂനി ഡാൻസ് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. However, the next day, when Mr. Vorgila cannot find a piece of the leftover Christmas cake, he accuses CUNY of giving it to Andrew. എന്നാൽ അതിനുശേഷം മിസ്റ്റർ വോർഗീലയ്ക്ക് ജലസി അല്ലെങ്കിൽ വൈഫിന്റെ അടുത്ത് സംശയം, അസൂയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ക്രിസ്മസിന് ഉണ്ടായിരുന്ന കേക്ക് ബാക്കി ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ആ കേക്ക് എവിടെയാണെന്ന് അന്വേഷിക്കുന്ന സമയത്ത് അത് കാണാൻ കഴിയുന്നില്ല. മിസ്റ്റർ വോർഗീല പറയുന്നത് നീ അത് ആ ആൻഡ്രൂവിന് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണ്. Despite CUNY's denials, he punishes her with the days of silence. അപ്പൊ ക്യൂനി പറയുന്നുണ്ട്, ഇല്ല ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, ഞാനത് എടുത്തു വെച്ചിരുന്നു, അത് എവിടെയാണ് വെച്ചെന്നുള്ളത് മറന്നുപോയതാന്നുള്ള രീതിയിലൊക്കെ അവൾ ഡിനൈ ചെയ്യുന്നുണ്ട്. പക്ഷെ he punishes her with the days of silence.
പക്ഷെ അയാളത് സമ്മതിക്കുന്നില്ല. നീ തെറ്റ് സമ്മതിക്കാതെ ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവളെ അങ്ങനെ മിണ്ടാതിരുന്നുകൊണ്ട് പനിഷ് ചെയ്യുന്നതാണ് അവിടെ കാണുന്നത്. ടു എൻഡ് ദ കൺഫ്ലിക്റ്റ്, ക്യൂനി ഫോൾസ്ലി അഡ്മിറ്റ്സ് ടു ഗിവിംഗ് ദ കേക്ക് അവേ ഈവൻ ദോ ഷീ ലേറ്റർ ഫൈൻഡ്സ് ഇറ്റ് അൺടച്ച്ഡ്. ഈ ഒരു പിണക്കം തീർക്കാൻ വേണ്ടിയിട്ട് അവസാനം ക്യൂനി ഞാനത് കൊടുത്തതാണ് എന്ന് സമ്മതിക്കുകയും അതിൽ ഒരു ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആ കേക്ക് അവൾ എടുത്തു വെച്ച് എവിടെ എന്നുള്ള കാര്യം അവൾക്ക് ഓർമ്മ വരികയും അവൾക്ക് ആ കേക്ക് കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും അവൾ ഈ മിസ്റ്റർ വൊർഗീലയുടെ അടുത്ത് പറയുന്നില്ല. ആ ഒരു പിണക്കം തീർക്കാൻ വേണ്ടിയിട്ട് അവൾ ആ കുറ്റം ഏറ്റെടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. റിവീലിംഗ് ദി എക്സ്റ്റെന്റ് ഓഫ് ഹർ സബ്മിഷൻ ഇൻ ദ നെയിം ഓഫ് ലവ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമ്മൾ കാണുന്നത് ഈ സ്നേഹത്തിന് വേണ്ടിയിട്ട് പിണക്കം തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യാത്ത കുറ്റമൊക്കെ ഏറ്റെടുക്കുന്ന തരത്തിലുള്ള അങ്ങനെ ഒരു സബ്മിസീവ് നേച്ചറാണ് ക്യൂനിക്കുള്ളത് എന്നുള്ളത് ഈ ഒരു ഇൻസിഡന്റിൽ നമ്മൾ കാണുന്നു. ക്യൂനീസ് കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടർ ഈസ് ഹൈലൈറ്റഡ് വെൻ ഷി റിസീവ്സ് എ ലെറ്റർ ഫ്രം ആൻഡ്രൂ. ഇനി ക്യൂനിയുടെ ക്യാരക്ടറിലെ കൂടുതൽ സങ്കീർണതകൾ നമുക്ക് പിന്നീട് വ്യക്തമാവുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ആൻഡ്രൂവിൽ നിന്ന് ഒരു ലെറ്റർ ലഭിക്കുന്ന ഒരു സന്ദർഭം അവിടെ ഉണ്ടാവുന്നു. ക്രിസി, സെൻസിങ് ക്യൂനീസ് എക്സൈറ്റ്മെന്റ്, ഫീൽസ് അൺഈസി അബൌട്ട് ദി എവിഡന്റ് അഫെക്ഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ ആൻഡ്രൂവിൽ നിന്നുള്ള ലെറ്റർ ലഭിക്കുന്ന സമയത്ത് ക്യൂനി വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന സമയത്ത് ക്രിസിക്ക് ഒരു അൺകംഫർട്ടബിലിറ്റി ഫീൽ ചെയ്യുകയാണ്. കാരണം അവർ തമ്മിലൊരു അഫെക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം ക്യൂനിക്ക് ആ ലെറ്റർ ലഭിച്ച സമയത്തുള്ള റിയാക്ഷനിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് കാണാമായിരുന്നു. ഷോർട്ട്ലി ആഫ്റ്റർ ദിസ് ക്രിസി ലീവ്സ് ഫോർ ടീച്ചേഴ്സ് കോളേജ്. പിന്നെ ക്രിസി അവിടെ അധികം നിൽക്കുന്നില്ല. ക്രിസി പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അതിനുശേഷം അവർ ടീച്ചേഴ്സ് കോളേജിലേക്ക് ജോയിൻ ചെയ്യുന്നു. നോട്ട് ലോങ് ആഫ്റ്റർ ഷീ ലേൺസ് ദാറ്റ് ക്യൂനി ഹാസ് റൺ അവേ വൺസ് അഗെയിൻ ലീവിംഗ് മിസ്റ്റർ വോർഗില വിത്തൗട്ട് എ ട്രേസ്. അതിനുശേഷം പിന്നീട് അവൾ കേൾക്കുന്ന വാർത്ത ക്യൂനി വീണ്ടും ഒളിച്ചോടി പോയിരിക്കുന്നു എന്നുള്ളതാണ്. മിസ്റ്റർ വോർഗിലേക്ക് അവൾ എവിടേക്കാണ് പോയിരിക്കുന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ ക്രിസി വിചാരിക്കുന്നുണ്ട് ആൻഡ്രൂവിന്റെ കൂടെ ആയിരിക്കും ഒളിച്ചു പോയിട്ടുണ്ടായിരിക്കുക എന്നുള്ളത്. പക്ഷെ അതിനുള്ള ഒരു വ്യക്തമായിട്ടുള്ള തെളിവൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും ക്യൂനി വീണ്ടും ഒളിച്ചോടി പോയിരിക്കുന്നു എന്നുള്ള വാർത്ത പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ക്രിസി കേൾക്കുന്നു. ഇൻ ഹെർ പ്രസന്റ് ഡേ റിഫ്ലക്ഷൻസ്, ക്രിസി, നൗ മാരീഡ് വിത്ത് ചിൽഡ്രൻ, കണ്ടിന്യൂസ് ടു ക്യാച്ച് ഗ്ലിംസസ് ഓഫ് വിമൻ ഹു റിമൈൻഡ് ഹെർ ഓഫ് ക്യൂനി. അതിനുശേഷം ഈ സ്റ്റോറി ഈ പ്രസന്റ് ഡേയിലേക്ക് വരികയാണ്. ഇപ്പോൾ ഈ ക്രിസി ജോലിയൊക്കെ ആയി വിവാഹമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴും അവർക്ക് പല സ്ത്രീകളെയും കാണുമ്പോൾ അത് ക്യൂനിയാണോ എന്ന് തോന്നാറുണ്ട് എന്നുള്ള കാര്യം അവർ പറയുന്നു. ദ നറേറ്റീവ് ക്ലോസസ് വിത്ത് എ സെൻസ് ഓഫ് ലിംഗറിംഗ് മിസ്റ്ററി ആസ് ക്രിസി വണ്ടേഴ്സ് അബൌട്ട് ക്യൂനീസ് ഫേറ്റ് ആൻഡ് ദ ലൈഫ് ഷീ മൈറ്റ് ബി ലീഡിങ്. അപ്പോൾ ആ ഒരു നിഗൂഢതയോട് കൂടിയിട്ടാണ് ഈ സ്റ്റോറി അവസാനിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസി ഇപ്പോഴും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷവും പലപ്പോഴും പല ആളുകളെ കാണുമ്പോൾ അത് ക്യൂനിയാണോ എന്ന് ചിന്തിക്കാറുണ്ട്. ക്യൂനി ഇപ്പൊ എവിടെയായിരിക്കും, എന്തായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ള ഒരു നിഗൂഢതയോട് കൂടിയിട്ടാണ് ഈ സ്റ്റോറി അവസാനിക്കുന്നത്. അപ്പൊ ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിലേഷൻഷിപ്സിലുള്ള കോംപ്ലക്സിറ്റികളാണ്. ഒന്ന്, ക്യൂനിയുടെ ക്യാരക്ടറിലുള്ള സങ്കീർണതകൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൂടാതെ തന്നെ ക്യൂനിയും ക്യൂനിയുടെ സഹോദരിയും തമ്മിലുള്ള റിലേഷൻ, അതുപോലെ തന്നെ ക്യൂനിയും വൊർഗീലയും തമ്മിലുള്ള റിലേഷൻ തുടങ്ങിയിട്ടുള്ള സങ്കീർണതകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. ഇത്രയാണ് നമുക്ക് ഈ സ്റ്റോറിയിലെ ഇമ്പോർട്ടന്റ് പ്ലോട്ട് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 30 പേജുകളുള്ള വലിയൊരു സ്റ്റോറിയാണ്. അപ്പൊ അതൊരു സമ്മറി ആക്കുന്ന സമയത്ത് നമുക്ക് അതിനുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളിക്കാൻ വേണ്ടി സാധിക്കില്ല. പക്ഷെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ വീഡിയോസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.